ഇല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഇതില് മോഹിനിയാട്ടം ഭരതനാട്യത്തിൽ മുതലേ നന്ദുചേട്ടൻ ചെയ്ത ക്യാരക്ടറിന്റെ പ്രശ്നം അശോകൻ, പുള്ളിയുടെ പ്രശ്നം എന്ന് വെച്ചാല് പുള്ളിക്കൊരു സ്റ്റാൻഡ് ഇല്ല. നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ, പുള്ളിക്ക് ഇവിടെ നിക്കണോ അവിടെ നിക്കണോ, മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. അപ്പൊ അങ്ങനെ ഒരു പാർട്ട്ണർ ഉള്ളപ്പോ, അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ദ അതർ പേഴ്സൺ ഡോമിനേറ്റ് ചെയ്യണം, ഇല്ലേ? ഇപ്പൊ ഹസ്ബൻഡ് ഭയങ്കര ഇതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഭാര്യ ഡോമിനേറ്റ് ചെയ്യും. ഭാര്യ ഭയങ്കര പാവാണ്, എന്നാലേ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് പോകുള്ളൂ. ഇപ്പൊ എവിടെ നോക്കിയാലും ആരെങ്കിലും ഒരാൾ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് അയാളുടെ കുഴപ്പമോ കുറവോ ഒന്നുമല്ല, അത് അങ്ങനെയാണ് ഒരു ഫാമിലി മുന്നോട്ട് പോകുന്നത്. അത് മ്യൂച്വൽ റെസ്പെക്റ്റും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ആണ്. പിന്നെ മോഹിനിയാട്ടത്തിലും പറയുന്നത് സിനിമയല്ലേ, അതിൽ കുറച്ച് നമ്മൾ അവിടെ ഇരിയടോ, അത് ക്യാരക്ടർ എങ്ങനെയാണ്, അത് ഫണ്ണാണല്ലോ. റിയൽ ലൈഫിൽ അങ്ങനെ ഒന്നും ചീന്തി എടുത്തിട്ടില്ല. റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ എല്ലാവരെയും കയറി വെറുതെ വെച്ചുണ്ടാക്കുന്ന ഒരാളല്ല. ഞാൻ കുറച്ച് ലൗഡാണ് പൊതുവെ. അത് ഈ പറഞ്ഞ ഭീമന്റെ വഴിയിലെ റീത്തയാണെങ്കിലും ഇതിലെ ശാന്തി ആണെങ്കിലും ഭരതനാട്യത്തിലെ മോഹിനിയാട്ടത്തിലെ ശാന്തി ആണെങ്കിലും കുറെയൊക്കെ എന്റെ അതേപോലെയൊക്കെ തന്നെ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി അഭിനയിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. അത് ഈ ഭരതനാട്യത്തില് കുട്ടികളെ അവനെ ചീത്ത പറയുന്ന ഒരു സീനുണ്ടല്ലോ, നിന്റെ മോന്ത കൊണ്ടോ ഞാൻ മുതലേ പിടിച്ച് ഉരയ്ക്കുന്നൊക്കെ. ഇത് കണ്ടിട്ട് എന്റെ മക്കള്, എന്റെ സ്വന്തം മക്കൾ എന്റെ അടുത്ത് കറക്റ്റ് അമ്മ, അഭിനയിക്കേണ്ട കാര്യമേ ഇല്ല. അമ്മയ്ക്ക് ദേഷ്യം, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഇത്ര ലൗഡാണ്. എന്റെ ചേച്ചിയുടെ മക്കളുണ്ട്, അവന്മാര് വലിയ കുട്ടികളാ, അമ്മ എന്നെ ചിറ്റാന്നാ വിളിക്കുന്നത്. അപ്പൊ അവന്മാര് പറഞ്ഞു, ഓ ഇത് കറക്റ്റ് ചിറ്റയാണല്ലോ. അപ്പം ലൈക്ക് നമ്മുടെ കുറെയൊക്കെ നമുക്ക് അങ്ങനെ പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാല്, ഭരതനാട്യത്തിന്റെയും ഇപ്പൊ ഈവൻ ഭീമന്റെ വഴിയുടെ ആണെങ്കിലും ഡയറക്ടേഴ്സ് നമുക്ക് നല്ല സ്പേസ് തന്നിട്ടുണ്ട്, നമുക്ക് അഴിഞ്ഞാടാനൊരു അവര് സിറ്റുവേഷൻ പറഞ്ഞു തന്നിട്ട് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ പെർഫോം. അപ്പൊ എന്നോട് മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ രണ്ട് സിനിമകളിലെയും ആർട്ടിസ്റ്റുകൾ മറ്റു സിനിമകളിലെ വെച്ച് എത്രത്തോളം ഡിഫറെന്റ് ആയിട്ടാണ് ഇതിൽ അഭിനയിച്ചേക്കുന്നതെന്ന്. നമുക്ക് കുറച്ച് സ്പേസ് തരുമ്പോ നമുക്ക് അവിടെ നിന്നുകൊണ്ട് നമുക്ക് മാക്സിമം നമ്മളെ കൊടുക്കാൻ പറ്റും. അപ്പൊ അത് ഓവർബോർഡ് ആണെങ്കിൽ അവർ പറയും അത്രയും വേണ്ടാട്ടോ, ഇത് കുറയ്ക്കാട്ടോ എന്ന് പറയാൻ അവർ പറയും. പക്ഷെ അതല്ലാതെ നമുക്ക് ചെയ്യാൻ ഒത്തിരി സ്പേസ് തരുന്നതുകൊണ്ട് നമുക്കിത് നല്ല മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ രണ്ട് സിനിമകൾ, ഈ 3 സിനിമകൾ ഇൻഫാക്ട്. ഈ ഇപ്പോ ചില ആക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട്, ഇപ്പൊ അവരിപ്പോ ഒരു ക്യാരക്ടർ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരിത് ഇങ്ങനെ 24/7 ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ചേച്ചി അങ്ങനെയാണോ, അതോ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഡയറക്ടർ പറയും ഇന്നതുപോലെയാണ് ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെയുള്ളോ, അതോ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാറുണ്ടോ? ചില സിനിമകളൊക്കെ, ഇപ്പൊ എല്ലാ സിനിമകൾക്കും എനിക്ക് എന്റെ ക്യാരക്ടറെങ്കിലും സ്ക്രിപ്റ്റ് അയച്ചു തരും. ക്യാരക്ടറിന്റെ സ്പേസ് എന്താണോ അത് അയച്ചു തരും. ചില സിനിമകളൊക്കെ എല്ലാ സ്ക്രിപ്റ്റും അയച്ചു തരും. പക്ഷെ എനിക്ക് മുഴുവനും വായിക്കുക എന്നുള്ള അറിഞ്ഞാൽ മതി എന്താ സ്റ്റോറി. എന്റെ സാധനങ്ങള് സീൻ എനിക്ക് വായിക്കണം. കാരണം അത് പെർഫോം ചെയ്യാൻ മാത്രമല്ല, ഞാൻ ഒരുപാട് ആസ്പെക്ട്സ് ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ കംഫർട്ടബിൾ ആണോ ആ സീനില്, കോസ്റ്റ്യൂം കംഫർട്ടബിൾ ആണോ, എല്ലാം അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് വായിച്ചിട്ടാണ് ഞാൻ പോവുക. പിന്നെ എല്ലാരും കോമൺ ആയിട്ട് സീരിയൽസിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ അഭിനയിക്കുന്നുണ്ടോ? ഇപ്പൊ സീരിയൽസ് ചെയ്യുന്നില്ല, സിനിമയാണ് കൂടുതൽ. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് സീരിയലിന് ഡേറ്റ് കൊടുത്താൽ സിനിമ വരുമ്പം ബുദ്ധിമുട്ടായി പോകും. അപ്പൊ അതുകൊണ്ട് സിനിമകൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തായിരുന്നു. അപ്പം സിനിമകൾ വരുന്നുള്ള പ്രതീക്ഷ ഇനിയും. സിനിമകളെ കൂടുതലും ചെയ്യുന്ന, സീരിയൽ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആസ് ഓഫ് നൗ ഞാൻ സീരിയൽ ചെയ്യുന്നില്ല, സിനിമകളാണ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാരും യൂസ് ചെയ്യുന്നത്, ഇപ്പൊ സിനിമയിലേക്ക് വരാനാണ് സീരിയൽ എന്നുള്ള ഒരു മീഡിയ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറെ പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും പക്ഷേ സീരിയൽ എന്ന് പറയുമ്പോൾ അതൊരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് വെക്കുകയാണ്, സിനിമയാണ് മെയിൻ എന്നുള്ളൊരു സംഭവം വെക്കുകയാണ്. ഞാൻ ചേച്ചി സീരിയലിൽ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് ചോദിക്കാം, സിനിമയെക്കാട്ടിലും ബെറ്റർ ആയിട്ട് സീരിയലിന്റെ ഒരു ഭാഗം ഏതാണ്, ഒരു പോർഷൻ, അല്ലെങ്കിൽ ഇതില് സിനിമയെക്കാട്ടിലും സീരിയലാണ് ബെറ്റർ എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം? രണ്ടും അഭിനയമാണ്, രണ്ടും നമുക്ക് പൈസ തരുന്നുണ്ട്, രണ്ടും നമ്മുടെ വരുമാനമാണ്, ചോറാണ്, എല്ലാമാണ്. ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടാണ് സീരിയലിലേക്ക് പോയത്. സിനിമ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടാണ് സീരിയൽസ് ചെയ്തിരുന്നത്. സിനിമയില് ഭീമന്റെ വഴി കഴിഞ്ഞിട്ടും ഞാൻ സീരിയൽ ചെയ്തിട്ടുണ്ട്. സീരിയൽ ഒരിക്കലും താത്തിക്കെട്ടി പറയില്ല, സീരിയൽ ഒരിക്കലും താഴെയാണെന്നും ഞാൻ പറയില്ല. അങ്ങനത്തെ ചിന്താഗതി ഉണ്ടാവാമായിരിക്കാം ആൾക്കാർക്ക്. സീരിയലിനൊരു പ്രശ്നം ഞാൻ കണ്ടെടുക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഒരു മാസത്തിൽ 10-15 ദിവസം നമ്മൾ അവർക്ക് കൊടുക്കണം ഡേറ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് വേറൊന്നും കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു മേജർ പ്രോബ്ലം ആണ്. അത് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വേറൊരു സിനിമ വന്നാലോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഒരു സീരിയലിന്റെ ഒരു
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാനലിൽ ചെയ്യുവാണെങ്കിൽ മറ്റു ചാനലിൽ നമ്മൾ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുവാണെങ്കിൽ വേറെ ചാനലിൽ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. അപ്പൊ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുമാനം ഒരിടത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കും. അത് ഞാൻ പൊതുവെയുള്ള കാര്യം പറയാം. പിന്നെ സീരിയലിൽ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറഞ്ഞ മാതിരി പൊട്ടു മുതൽ ചെരുപ്പ് വരെ നമ്മൾ കൊണ്ടുപോകണം. സിനിമയില് ഒന്നും നമ്മൾ കൊണ്ടുപോകണ്ട, എല്ലാം അവിടുന്ന് കിട്ടും. സീരിയലില് ക്യാരവൻ ഇല്ല, സിനിമയില് ക്യാരവൻ ഉണ്ട്. നമുക്കൊരു സീൻ കഴിഞ്ഞ് ചൂടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി നമ്മുടെ വാനിൽ പോയി ഇരിക്കാം. സീരിയലിൽ അത് പോസിബിൾ അല്ല. നമുക്ക് റൂംസ് ഒക്കെ ഉണ്ടാവും, റൂമൊക്കെ ഉണ്ടാവും, പക്ഷെ ഫെസിലിറ്റീസ് കമ്പാരിറ്റീവ്ലി കുറവല്ലേ. അത് ഇതിപ്പോ ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് സത്യം അതാണ്. സീരിയലില് ഫെസിലിറ്റീസ് ഭയങ്കര കുറവാ കമ്പാരിറ്റീവ്ലി. പിന്നെ സീരിയല് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്പേസ് കുറവാ അഭിനയിക്കാൻ. നമ്മൾ ഒരു 1.5 എപ്പിസോഡ് അല്ലെ 2 എപ്പിസോഡൊക്കെ ഒരു ദിവസം എടുത്ത് അത് അവർക്ക് നല്ല ലാഭമുള്ളൂ. നമ്മൾ അവരെ ഡെഫിനറ്റ്ലി അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, കാരണം ഇത്രയും എപ്പിസോഡ്സ് കൊടുക്കണ്ടേ, അപ്പം ഇത്ര ആർട്ടിസ്റ്റുകളും ഉണ്ട്, അപ്പൊ എല്ലാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് മാക്സിമം സീൻസ് എപ്പിസോഡ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അഭിനയിച്ച് തകർക്കാനുള്ള ഒരു സ്പേസ് കുറവായിരിക്കും. പിന്നെ പ്രോംപ്റ്റിംഗ് ആണ്, നമുക്ക് പഠിച്ചു പറയാനുള്ള ഒരു സ്പേസ് കുറവാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങള്. പക്ഷെ സിനിമയിൽ അതല്ല, സിനിമയിൽ നമുക്ക് സമയമുണ്ട്, റിലാക്സ് ചെയ്തൊരു സീൻ ചെയ്യാം, നമുക്ക് അഴിഞ്ഞാടാനുള്ള സ്പേസ് മാക്സിമം ഉണ്ട്. ഒരു ആർട്ടിസ്റ്റിന് കുറച്ചുകൂടെയൊക്കെ അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നത് സിനിമയിലായിരിക്കാം, അത് സമയത്തിന്റെ പരിമിതി കൊണ്ട്. എന്നുവെച്ചാൽ സീരിയൽ അഭിനയിക്കുന്നവർ മോശം എന്നല്ല, സീരിയലിൽ നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, അവർ നന്നായി അഭിനയിക്കുന്നുമുണ്ട്. ഞാൻ പറഞ്ഞാൽ അവർക്ക് സിനിമയാകുമ്പോൾ കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് ചെയ്യാം, അതാണ് ഉദ്ദേശം. ഈ സിനിമക്കാട്ടില് സീരിയൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഇത് സീരിയലിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നിയിട്ടുള്ള കാര്യം ഏതാണ്? സീരിയലാണ് ഇതിന് നല്ലത്. ത്രൂ ഔട്ട് നമുക്ക് ഒരു വരുമാനമുണ്ട്, റെഗുലർ ആയിട്ട് വരുമാനം, അതാണ് ഏറ്റവും വലിയ നല്ല കാര്യം. സീരിയൽ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും അവർക്ക് ഇപ്പൊ ചിലപ്പോ 10 ദിവസം വർക്കുള്ളവരുണ്ട്, ചിലപ്പോൾ 15 ദിവസം വർക്കുള്ളവരുണ്ട്, ചിലപ്പോൾ 3 ദിവസമായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാ മാസവും ഈ ആർട്ടിസ്റ്റിന് ഒരു 2 ദിവസമെങ്കിലും വർക്ക് കിട്ടും സീരിയൽ ആവുമ്പോ. സിനിമയാകുമ്പോൾ നമ്മൾ ഒരു സിനിമ കഴിഞ്ഞ് ചിലപ്പോൾ ഒത്തിരിയും കാലം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സിനിമ വരുന്നത്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോകാം. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് പറയണം. കൺഫ്യൂസിംഗ് റാപ്പിഡ് ഫയർ എന്നല്ല, കുറച്ച് അതുപോലെ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ആണ്, ഒരുപാട് ആലോചിക്കരുത്. ഓക്കെ, ടെൻഷൻ വേറെ ആലോചിക്കരുത്, പെട്ടെന്നായിരിക്കണം. ഓക്കെ, നമ്മുടെ ഇപ്പൊ ചേച്ചിക്ക് ഒരു ദിവസത്തേക്ക് ലൈഫ് സ്വാപ്പ് ചെയ്യാം, വേറൊരാളാവാൻ പറ്റുക, മലയാള സിനിമയിലുള്ള ഏത് ആക്ട്രസിനെ ആയിരിക്കും അയാളായാൽ കൊള്ളാൻ തോന്നുന്നത്? വേറെ ആക്ട്രസ് ആവണം ഒരു ദിവസത്തേക്ക്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. എന്നാലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിലോ എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല, സത്യസന്ധമായിട്ട് പറയാം. ഒരു ആക്ടർ ആണെങ്കിൽ ആക്ടർ ആവണം, ഇന്ന ആക്ടർ ആവണം തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് ഷാറുഖ് ഖാനെ തൊട്ടടുത്ത് കാണണം എന്ന് ഭയങ്കര ആഗ്രഹം. ഇല്ല, പുള്ളി ആവണം തോന്നിയിട്ടില്ല. പുള്ളി ആവണമെങ്കിൽ പിന്നെ എനിക്ക് പുള്ളിയോടല്ലേ ആരാധന. അപ്പൊ ഈ പറഞ്ഞ പോലെ വല്ല നേരത്തെ ചോദിച്ച ചോദ്യത്തിന് വേണമെങ്കിൽ പുള്ളിയായിട്ട് അഭിനയിച്ച ഏതെങ്കിലും ആർട്ടിസ്റ്റ് ആവാം. ഇപ്പൊ ദീപിക പദുക്കോണോ അങ്ങനെ ആരും, കാരണം പുള്ളിയെ കാണാലോ ഡയറക്റ്റ്ലി അടുത്ത്. അതാണ് ഉദ്ദേശം. എനിക്ക് അത്രയേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ചേച്ചിയെ പറ്റി കേട്ടിട്ടുള്ള ഏറ്റവും വിയേർഡസ്റ്റ് ആയിട്ടുള്ള റൂമർ ഏതാ? റൂമേഴ്സ് ഒന്നും അങ്ങനെ കേട്ടിട്ട് ഉണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ അതിന് ചെവി കൊടുക്കാറില്ല. ബേസിക്കലി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. നമ്മള് ജോലി ചെയ്യുന്ന സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും പഠിക്കുന്നപ്പോഴാണെങ്കിലും ഒക്കെ നമ്മളെ പറ്റി ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. അത് പറയുന്നവരുടെ കുഴപ്പമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്, അല്ലാണ്ട് ഞാൻ റൂമേഴ്സിന് ചെവി കൊടുക്കാറില്ല. ഓക്കെ, പിന്നെ ഈ സെറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഈ ഓർണമെന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഓക്കെ ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ എടുത്തിട്ടുണ്ടോ? സെറ്റില് പരമാവധി എടുക്കാതിരിക്കാറുണ്ട്. പക്ഷെ ഭീമന്റെ വഴിയിൽ നിന്ന് ഞാൻ ഒരു സാരി എടുത്തിട്ടുണ്ട്. അത് സാരിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ക്യാരക്ടറിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ചോദിച്ചപ്പോ എനിക്ക് തന്നു. ഞാനത് ഒരു സാരി അത് ആ ഒരു സ്നേഹം, ക്യാരക്ടറിനോടുള്ള സ്നേഹം എടുത്തോണ്ട് വന്നു. എടുത്തു മാറ്റിയതല്ല കേട്ടോ, അവരോട് ചോദിച്ചിട്ട് എടുത്തതാ. ഞാൻ അടിച്ചോണ്ട് വന്നൊക്കെയാവും. ചോദിച്ചിട്ട് ഒരു സാരി എടുത്തിട്ടുണ്ട്. അത് ആ സ്നേഹം കണ്ട. വലിയ വിലയുള്ള സാരിയോ ഗംഭീര സാരിയോ ഒന്നും അല്ല, ക്യാരക്ടറിനോടുള്ള സ്നേഹം. ഒരു ഷോട്ട് ഏറ്റവും നമ്പേഴ്സ് പോയിട്ടുള്ള ഷോട്ട് ഏതാണ്? ടേക്കുകൾ പോയിട്ടുള്ള ഷോട്ട് ഏതാണ്? ഭീമന്റെ വഴിയിലെ ഷോട്ടാണ്. ചെമ്പൻചേട്ടനിന്ന് വഴക്ക് കേട്ട അത് ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടല്ലേ. അത് തന്നെ, അതായത് ചാക്കോച്ചനും ഞാനും കൂടെയുള്ള ആദ്യത്തെ കോമ്പിനേഷൻ ആണ്.
മുഴുനീളം ഡയലോഗായിരുന്നു. എനിക്ക് തന്നെയായിരുന്നു ഡയലോഗ് കാണാപ്പാടം പഠിച്ച് ഞാൻ അവിടെ ചെന്ന് നിന്ന് പറഞ്ഞിട്ട് എനിക്ക് ശരിയാവുന്നില്ല. പക്ഷെ പറയുന്നുണ്ട്, ഡയലോഗ് ഫുള്ള് ഞാൻ പറയുന്നുണ്ട്, പക്ഷെ മുഖത്തൊന്നും വരുന്നില്ല. അപ്പം എനിക്ക് ടെൻഷനായി. കാരണം ചാക്കോച്ചനും ഞാനും തമ്മിൽ ഒരു റാപ്പ് ഒന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നും കിട്ടിയില്ല നമ്മള് ഫസ്റ്റ് തന്നെ. അപ്പൊ ഇദ്ദേഹം ഡെഫിനറ്റ്ലി നമ്മളെക്കാൾ ഒത്തിരി സീനിയർ അല്ല. അപ്പം എങ്ങനെയാണ് എന്നൊക്കെ ഒന്നും അറിയാത്തതുകൊണ്ട് അത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് സീൻ നമ്മൾ ചെയ്യുമ്പോഴേ അപ്പൊ അതിന് ചെമ്മചേട്ടൻ പറഞ്ഞു, നീ ബൈ ഹാർട്ട് പഠിച്ചോണ്ട് വന്നിട്ട് അതാണ് ഇതാണ്, മേലെ അവർക്ക് സ്ക്രിപ്റ്റ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞു. പക്ഷെ അത് ഓക്കെ ആയിട്ട് പോയി. അതാണ് ഒരുപാട് ടേക്ക് പോയത്. ഒരു 5-6 പോയിട്ടുണ്ടാവും. കഴിയുന്നതും ഞാൻ ടേക്സ് കൂടുതൽ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് 2-3 ഓക്കെ ആവാറുണ്ട്. മിക്കവാറും 1 ഓക്കെ ആവാറുണ്ട്. ടെൻഷൻ ആവാറുണ്ടോ? ഒരു ടേക്ക് ഓക്കെ ആയില്ലെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവാറുണ്ടോ? അങ്ങനെ ടെൻഷൻ ഇല്ല. പക്ഷെ മമ്മൂക്കയെ പോലുള്ള ആർട്ടിസ്റ്റിന്റെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പം ടേക്ക് ഓക്കെ ആവാതിരിക്കല്ലേ ഭഗവാനെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കും. ടേക്ക് ഓക്കെ ആവാതിരിക്കല്ലേ, ലൈക്ക് ടേക്ക് ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആവണേ. അങ്ങനെ അത്രയും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മള് മമ്മൂക്കയുടെ കൂടെയൊക്കെ ഞാൻ ഒത്തിരി സിനിമകൾ 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര കൂളാണ്, പക്ഷെ നമ്മൾ കൂളല്ലല്ലോ, നമുക്ക് ടെൻഷൻ ആണല്ലോ. ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് മുമ്പിൽ നിൽക്കുന്നു, ഞാൻ തെറ്റിച്ചത് കൊണ്ട് വീണ്ടും റീടേക്ക് പോയാൽ എങ്ങനെയാണ് എന്നൊക്കെ ഓർത്ത് പേടിച്ച് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് അതൊന്നും കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. അല്ല, അന്നേരം ഈ കോൺഷ്യസ് ആകുമ്പോഴത്തേക്ക് ഇപ്പൊ പുള്ളി അടുത്ത് നിൽക്കുകയാണ്, അന്നേരം കോൺഷ്യസ് ആകുമ്പോഴത്തേക്ക് അത് പെർഫോമൻസിന് അഫക്ട് ഇല്ല, കാരണം ഇതിങ്ങനെ മൈൻഡിൽ അങ്ങനെ പ്രശ്നമില്ല. നമുക്ക് അത് മറക്കാൻ എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം. എനിക്ക് അറിഞ്ഞൂടാ എന്തോ സംഭവിക്കുന്നു. ഓക്കെ. ഒരു ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു സിനിമ ഡിലീറ്റ് ചെയ്ത് കളയണം, അത് എന്റർ യൂണിവേഴ്സിൽ ഡിലീറ്റ് ചെയ്ത് സിനിമ, അങ്ങനത്തെ സിനിമയുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല പേര്. അങ്ങനെ ഒരു സിനിമയുണ്ട്. ഞാൻ അറിയാതെ എന്നോട് പറഞ്ഞ രീതിയിലല്ല അവർ ഷൂട്ട് ചെയ്തത്. സ്ക്രിപ്റ്റ് പറഞ്ഞ പോലെ അല്ല, ഷൂട്ട് ചെയ്ത ആംഗിളിന്റെ പ്രശ്നമുണ്ട്. അതായത് ഞാൻ അഭിനയിക്കാൻ വന്നപ്പോ പറഞ്ഞ ക്യാരക്ടറൊക്കെ അത് തന്നെയാണ്, പക്ഷെ അവര് ഷൂട്ട് ചെയ്ത നമ്മൾ ക്യാമറ വെക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര മോശമായിട്ട് ഞാൻ അറിഞ്ഞില്ല. അത് യൂട്യൂബിൽ കണ്ടപ്പോഴാണ് ഞാനത് അറിയുന്നത്. ഇങ്ങനെയാണ് അവര്, അതായത് സിനിമ പോലും പുറത്ത് അത്ര വലിയ ഹിറ്റ് ആയിരുന്നില്ല, ഒരാളും കണ്ടിട്ടില്ല സിനിമ, മലയാള സിനിമ ഒരു ദിവസമായിട്ടേ ഓടിയുള്ളൂ. പക്ഷെ യൂട്യൂബിൽ ഇതിങ്ങനെ കറങ്ങുമല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പം ഇത് എനിക്കത് ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിപ്പോയി. കാരണം ഞാൻ ഇങ്ങനെ അല്ല, അതല്ല ഞാൻ. അപ്പൊ അങ്ങനെ വന്നൊരു സിനിമയുണ്ട്. അതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഇല്ലില്ല, എന്ത് സംസാരിക്കാനാ? ആളുകൾക്ക് നമ്മുടെ ആളുകളെ എങ്ങനെ നന്നാക്കാനാ? മോശക്കാരാണെന്നും. അപ്പൊ അതുകൊണ്ട് അതിന്റെ പുറകെ ഞാൻ പോയിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഇത് ചോദിച്ചപ്പോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഒരു സിനിമ ഉണ്ട്. ഡബിംഗ് ആർട്ടിസ്റ്റ് ആണല്ലോ, കുറെ ആക്ടേഴ്സിന് ഡബ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൽ ഇപ്പൊ ഒരാൾക്ക് ഡബ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവനെ അഭിനയിക്കാം അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇവനെ അഭിനയിക്കാൻ? ഇത് പറയുമ്പോ ഞാൻ എന്നെ തന്നെ ആദ്യം പറയണം. സെൽഫ് ട്രോൾ ചെയ്താലേ അത് രക്ഷയുള്ളൂ. ഞാൻ RJ ആയിരുന്ന സമയത്ത് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് മുഴുവൻ കഥ പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. നമ്മള് RJing ചെയ്തോണ്ടിരിക്കുമ്പോ 1 മിനിറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പാട്ട് ഓട്ടോമാറ്റിക്കലി കയറും. മനസ്സിലായില്ലേ? സംസാരിക്കാനായിട്ട് 1 മിനിറ്റ് സമയമേ ഉള്ളൂ RJക്ക്. അതിൽ നമ്മളിങ്ങനെ, അതുകൊണ്ടാണ് ഈ പല RJസും നല്ല സ്പീഡിൽ ഇപ്പൊ മാറി കാണൂ കേട്ടോ സിറ്റുവേഷൻസ് ഒക്കെ. ഞാൻ അന്ന് ചെയ്തിരുന്ന സമയത്തെ കാര്യം പറയാം. അപ്പൊ നമ്മൾ വെൽക്കം ടു ഇത് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ പോകുന്ന സ്പീഡില്. അപ്പൊ ഈ ഒരു സാധനം ഓൾറെഡി ഞാൻ കുറെ നാൾ 6 വർഷം വർക്ക് ചെയ്തത് കൊണ്ട് അതിങ്ങനെ തലയിൽ കിടപ്പുണ്ട്. ഇപ്പൊ ഞാൻ അഭിനയിക്കാൻ ചെന്നപ്പോ, അത് കഴിഞ്ഞിട്ടാണല്ലോ അഭിനയിക്കാൻ ചെന്നപ്പം എനിക്ക് സ്പീഡാണ്. ഇപ്പൊ തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ നല്ല സ്പീഡിലല്ലേ സംസാരിക്കുന്നത്. അപ്പൊ ഞാനൊരു ഡയലോഗ് എന്ന് പറഞ്ഞു തീർക്കും. ചിലപ്പോ ഡയറക്ടേഴ്സ് പറയും അത്രയും സ്പീഡ് വേണ്ട, കുറയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഡബ് ചെയ്യാൻ ഞാൻ തന്നെ ഡബിങ് സൂട്ടിൽ ചെല്ലുമ്പോഴാണ് എന്ത് കുന്തോണ് ഞാൻ പറഞ്ഞു വെച്ചേക്കുന്നത്. സ്വന്തമായിട്ട് മീറ്റർ പിടിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ചില സമയത്തൊക്കെ. അപ്പൊ ഞാൻ ഓർക്കും ഭയങ്കര. അപ്പൊ അങ്ങനെ വിചാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഡെഫിനറ്റ്ലി മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്തപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ എന്നെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചിക്ക് ഒരു മലയാള സിനിമയിൽ ഒരു 10 കോടി രൂപ റെമ്യൂണറേഷൻ പറയുക ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്, പക്ഷെ ആ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചേച്ചിയുടെ കംപ്ലീറ്റ് റെപ്യൂട്ടേഷൻ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ചെയ്യുക, എന്നിട്ട് ഇനി പരിപാടി ഒതുക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുമോ, അതോ അത് നിരസിക്കുമോ? പൈസ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജീവിതത്തിൽ. എല്ലാവർക്കും പൈസ ഇമ്പോർട്ടന്റ് ആണ്. എനിക്കും പൈസ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പൈസ മാത്രമല്ല നമുക്ക് ഇമ്പോർട്ടൻസ്. എനിക്ക് പൈസയുടെ മുകളിൽ നിൽക്കുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട്. പൈസ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ പൈസയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ എൻ്റെ ഫാമിലി വരും, എൻ്റെ മക്കള് വരും, ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഞാനൊരു പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ കുട്ടികൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ പിന്നെ ആ പൈസ കൊണ്ട് എന്താണ് പ്രയോജനം? ഇല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് 2 മക്കളുണ്ട്, ഒരു മോളും മോനും ഉണ്ട്. അപ്പം എൻ്റെ
ഒരു ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഒരു തീരുമാനം പറയുന്നവര് പറയും. പക്ഷെ ഞാൻ എന്ത് ചെയ്താലും കുറ്റം പറയുന്നവരുണ്ടാവില്ല. ഞാനെന്നല്ല ഏത് വ്യക്തിയാണെങ്കിലും, എസ്പെഷ്യലി ആർട്ടിസ്റ്റുകൾക്ക് കുറ്റം കേൾക്കേണ്ട വരാറുണ്ട്. അത് ഞാൻ ബോധർ ചെയ്യുന്നില്ല, അത് പറഞ്ഞോട്ടെ. പക്ഷെ റിയാലിറ്റിയിൽ വിത്ത് പ്രൂഫ് ദേ നിങ്ങളുടെ അമ്മ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് വരരുതെന്ന് എനിക്ക് 100% നിർബന്ധമുണ്ട്. അതുകൊണ്ട് പൈസ എത്ര തന്നാലും എൻ്റെ മക്കൾക്കോ എൻ്റെ പേരിനോ എൻ്റെ ഫാമിലിയുടെ പേരിനോ എൻ്റെ പേരൻസിന് അച്ഛനിപ്പില്ല, മരിച്ചാലും അച്ഛൻ്റെ പേരുണ്ടല്ലോ. അച്ഛനും അമ്മയ്ക്കോ എൻ്റെ ആങ്ങളയ്ക്കോ എൻ്റെ ഫാമിലിയിലുള്ള ആർക്കാണെങ്കിലും എന്നെ കൊണ്ടൊരു വൃത്തികേട് ഉണ്ടാവരുതെന്ന് നിർബന്ധമുണ്ട്. പൈസക്കല്ല ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് പൈസ ചോദിച്ചു വാങ്ങിക്കില്ല എന്നില്ല. പൈസ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, ഒരു സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇത് ഡബ് ചെയ്യുമ്പോഴോ നമ്മൾ ഇത്ര രൂപയാണ് വാങ്ങിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അത് സംസാരിക്കും. ചിലപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അതിൽ നിന്നൊക്കെ ചിലപ്പോൾ കുറച്ചൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്. അതിലൊന്നും അങ്ങനെ പിടിവാശിക്കാരിയല്ല. പക്ഷെ നമ്മൾക്ക് ശമ്പളം വേണ്ടേ, അത് നമുക്ക് വാങ്ങിക്കുന്നുണ്ട്. നെക്സ്റ്റ് ചോദിക്കാൻ വന്നതും ഈ സാലറി റിലേറ്റഡ് ആണ്. ഒരു സിനിമയ്ക്ക് വിളിക്കുകയാണ്, ഗംഭീര സ്ക്രിപ്റ്റ്, ഗംഭീര ക്യാരക്ടർ, പക്ഷെ അവർ പറയുന്നു പേയ്മെന്റ് തരാൻ പറ്റില്ല, നമ്മളെ കയ്യിൽ പേയ്മെന്റ് ഇല്ല, ചെയ്യും. ഗംഭീര ക്യാരക്ടർ, ഗംഭീര സ്ക്രിപ്റ്റ്, അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഗുണം, നേരത്തെ പറഞ്ഞ സംഭവമല്ല, ഗുണമുണ്ട് ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പൈസയേക്കാൾ ഉറപ്പായും ചെയ്യും. ഈ പറഞ്ഞ ക്ലോസ് ഉണ്ട്, ഗംഭീര സ്ക്രിപ്റ്റ്, ഗംഭീര ക്യാരക്ടർ, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. പൈസ കുറച്ച് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ക്യാരക്ടർ നന്നായിട്ടും അല്ലെങ്കിൽ ചിലപ്പോ ചില ബന്ധങ്ങളുടെ പുറത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പൈസ വാങ്ങിക്കാതെ ചെയ്തിട്ടില്ല, പൈസ കുറച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് സെഗ്മെന്റ് തീർക്കാം. ചേച്ചിക്ക് സിനിമയിൽ എന്തെങ്കിലും ഇതുപോലെ മോശം അനുഭവം ഉണ്ടായിട്ടോ? ഇപ്പൊ റീസെന്റ് ഒരു ഇൻസിഡന്റ് ഇപ്പൊ നടന്നു, അതുപോലെ ഒരു ഇൻസിഡന്റ് ആണുങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഈ നിമിഷം വരെ ഒരു മോശം അനുഭവവും സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇനി മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല എങ്ങനെയാന്ന്. പക്ഷെ ആരും എന്നോട് മോശമായി പെരുമാറുകയോ അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടാവുകയോ ഞാനായിട്ട് ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ പോകുന്നു, അഭിനയിക്കുന്നു, പറയുന്ന പണി ചെയ്യുന്നു, തിരിച്ച് വീട്ടിലേക്കോ റൂമിലേക്കോ പോകുന്നു, അടച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. എനിക്ക് അതിനപ്പുറത്തേക്കുള്ള ബന്ധങ്ങളും ഇല്ല സിനിമയിൽ. ഇപ്പൊ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും അറിയാം, എനിക്ക് സിനിമ കഴിഞ്ഞാൽ ആരുമായിട്ടും ഒരു കോണ്ടാക്ട്, ഒരു പേഴ്സണൽ കോണ്ടാക്ട് ഇല്ല, ഫ്രണ്ട്ഷിപ്പ് ഇല്ല. സിനിമയിൽ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, കൊളീഗ്സ് ഉള്ളി കൊളീഗ്സ്. പുറത്തും എനിക്ക് ഫ്രണ്ട്സ് കുറവാണ് പറയുവാണെങ്കിൽ, ഉണ്ടില്ലെന്നല്ല, പക്ഷെ വളരെ കുറവാണ്. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ ഒരു പാർട്ടി ഫ്രീക്കൊന്നും അല്ല ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവണം എന്നില്ല കേട്ടോ, വളച്ചൊടിക്കരുത്. ഞാനത് എന്റെ കാര്യം പറഞ്ഞതാ. അല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും വളഞ്ഞു ഒടിഞ്ഞു വരുവേ. അപ്പം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. ദൈവാനുഗ്രഹം കൊണ്ടും എന്റെ ഭാഗ്യം കൊണ്ടും എനിക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ചേച്ചി, താങ്ക് യു സോ മച്ച് സിനിമാ കമ്പനിയിലേക്ക് വന്നതിന്. മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഒരു ഗംഭീര സക്സസ് ആവട്ടെ, ചേച്ചിക്ക് ഒരു ബ്രേക്ക് ആവട്ടെ, ഇനി കൈ നിറയെ സിനിമകൾ ഇനിയും കിട്ടട്ടെ. അതെ, താങ്ക് യു സോ മച്ച്. അപ്പൊ മോഹിനിയാട്ടം എല്ലാരും പോയി കാണുക. April 10th തിയേറ്റർ റിലീസാണ്. ഭരതനാട്യം തിയേറ്ററിൽ കാണാതെ OTT കണ്ടിട്ട് എല്ലാരും പറഞ്ഞു അടിപൊളി പടമായിരുന്നു. പക്ഷെ OTT കണ്ടിട്ട് ആയിപ്പോയി പറഞ്ഞത്. പക്ഷെ മോഹിനിയാട്ടം അങ്ങനെയല്ല, ഒരു തിയേറ്റർ വാച്ച് തന്നെയാണ്. അങ്ങനെയാണ് ആ പടം ചെയ്തേക്കുന്നതും. അപ്പൊ ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇനി ഞങ്ങൾക്ക് ഒരു സീക്വൽ, അടുത്തത് ഒരു തേർഡ് പാർട്ടും കൂടെ ചെയ്യണമെന്ന് ഡയറക്ടർക്ക് തോന്നിയാലോ?